ബികസറത്തി സ്വലാത്തി വതാഅതി. സുന്നത്ത് നിസ്കാരം കഴിവിനനുസരിച്ച് നമ്മൾ നിർവഹിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട 10 റകഅത്ത് സുന്നത്ത്. സുബ്ഹിന് മുമ്പ് 2 റകഅത്ത്, ളുഹറിന് മുമ്പ് 2 റകഅത്ത്, ളുഹറിന് ശേഷം 2 റകഅത്ത്, മഗ്രിബിന് ശേഷം 2 റകഅത്ത്, ഇശായിന് ശേഷം 2 റകഅത്ത്. ആ 10 റകഅത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാതെ ഒരു ദിവസവും കഴിഞ്ഞു പോകരുതേ. റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് തരണേ അല്ലാഹ്. അതേ സമയത്ത് കഴിയുമെങ്കിൽ 22 റകഅത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. അതേ സുബ്ഹിക്ക് മുമ്പ് 2 തന്നെ, ശേഷം സുന്നത്തില്ല. ളുഹറിന് മുമ്പ് 2 അല്ല 4 ഉണ്ട്, ളുഹറിന് ശേഷം 2 അല്ല 4 ഉണ്ട്, അസറിന് മുമ്പ് 4 ഉണ്ട്, മഗ്രിബിന് മുമ്പ് 2 ഉണ്ട്, മഗ്രിബിന് ശേഷം 2 ഉണ്ട്, ഇശായിന് മുമ്പ് 2 ഉണ്ട്, ഇശായിന് ശേഷം 2, ഇശായിന് മുമ്പും 2. അങ്ങനെ 22 റകഅത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ഒന്നുകൂടി പറയട്ടെ, 11 റകഅത്ത് വിത്ർ ഏറ്റവും പരിപൂർണമാണ്. മഹാനായ താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ. അല്ലാഹുവേ, അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. സിറാജുൽ ഹുദയുടെ കീഴിൽ നാദാപുരത്ത് നിർമ്മിച്ച വലിയ പള്ളിയിൽ ജുമുഅ സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, റമദാനായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് പോയി. താജുൽ ഉലമ അന്നത്തെ ദിവസം എന്റെ വീട്ടിലാണ് താമസിച്ചത്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലൊട്ടാകെ നൽകുമാറാകട്ടെ. താജുൽ ഉലമയും ഞങ്ങളും തറാവീഹ് നിസ്കാരത്തിന് പോയി. തറാവീഹ് പള്ളിയിൽ നിന്ന് കഴിഞ്ഞു. ഞങ്ങൾ വിത്ർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തങ്ങള് കൂടെയുള്ള ഡ്രൈവർ തങ്ങളെയും കൂട്ടിയിട്ട് അതാ 11 റകഅത്ത് നിസ്കരിക്കുന്നു വിത്ർ. എത്ര പ്രായമുണ്ട് സുഹൃത്തുക്കളെ! ഇബാദത്ത് ചെയ്യുന്നതിൽ നമുക്ക് മടി തോന്നരുത്. ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് റബ്ബിലേക്ക് അടുക്കേണ്ടത് എന്നതിന് താജുൽ ഉലമയുടെ ജീവിതം തെളിവല്ലേ. ഓ ബികസറത്തി സ്വലാത്തി വതാഅതി.